അപ്പോൾ നമസ്കാരം. നാളെ നിങ്ങളുടെ ടെസ്റ്റിന് പോകാനുള്ള ഒരു കൂട്ടുകാർക്ക് അല്ലെങ്കിൽ കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കണം കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ പാർട്ട് 1 ചെയ്തിട്ടുണ്ടായിരുന്നു. പാർട്ട് 2 ചെയ്യാനായിട്ട് നമ്മൾ അവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. നമ്മുടെ 2 വീലറിൻ്റെ 8 പാസ്സായിട്ട് സെക്കൻഡ് പാർട്ടായിട്ടുള്ള പാർട്ട് 2 ഫോർവേഡ് ഓടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ചില മാറ്റങ്ങൾ പഴയ വീഡിയോയിൽ കണ്ടതിൽ നിന്നും ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം. സിഗ്നലിലൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് ഇവിടെ ശരിക്കും ടെസ്റ്റ് നടക്കണ ഇതേ സ്ഥലത്ത് തന്നെയാണ് നമ്മളത് ചെയ്യണത്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ഫോർവേഡ് ഓടിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പാർട്ട് 1 ആയിട്ടുള്ള 8 പാസ്സായിട്ട് പാർട്ട് 2 ഫോർവേഡ് ഓടിക്കാൻ ഇവിടെ വന്ന് നിൽക്കും. അപ്പോൾ ഫസ്റ്റ് ബാച്ചാണോ സെക്കൻഡ് ബാച്ചാണോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ വരി നിൽക്കുക. അപ്പോൾ സാറ് വന്നോടനെ നമ്മൾ പേപ്പർ കൊടുത്തതിന് ശേഷം ഇപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഹാൻഡ് സിഗ്നൽ 5 ഹാൻഡ് സിഗ്നൽ കാണിക്കണം. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമായിരിക്കും, നിങ്ങൾ ലേണിങ്ങിനൊക്കെ പഠിച്ചിട്ടുണ്ടാവും. എന്നാൽ കൂടി ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഫസ്റ്റ് നമ്മുടെ റൈറ്റ് സിഗ്നൽ കാണിക്കുക കേട്ടോ. അത് കഴിഞ്ഞ് ലെഫ്റ്റ് 3 റൗണ്ട് തിരിക്കുക, 3 പ്രാവശ്യം കൈ തിരിക്കുക, ലെഫ്റ്റിലേക്ക് തിരിയാനുള്ളത്. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ ഓവർടേക്കിംഗ് സാങ്കല്പികമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റാ വരയ്ക്കണം. ജസ്റ്റ് ഇങ്ങനെ മുകളിലേക്ക് താഴ്ത്തിക്കും റാ വരയ്ക്കുക, സാങ്കല്പിക റാ 3 പ്രാവശ്യം കേട്ടോ. ഇത് 3 പ്രാവശ്യം കറക്റ്റായിട്ട് ചെയ്യണം. അതിനുശേഷം നമ്മുടെ സ്ലോ ഡൗൺ സ്റ്റോപ്പ് നമ്മൾ ഈ റോഡ് ഓടിക്കുമ്പോൾ ചെയ്യേണ്ടതാണ്. ഇതാ 1 2 3 3 പ്രാവശ്യം കാണിക്കുക. അതുപോലെ തന്നെ സ്റ്റോപ്പ് സിഗ്നലും കാണിക്കുക. ഇത്രയും 5 സിഗ്നൽ സാർ അവിടെ നിൽക്കുമ്പോൾ കാണിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ വണ്ടി എടുത്ത് പോകാൻ പാടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് വണ്ടി എങ്ങനെ എടുക്കുമ്പോൾ ഉള്ള കാര്യങ്ങളും മറ്റ് വിവരങ്ങളൊക്കെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പേപ്പർ സാറിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് സിഗ്നലൊക്കെ കാണിച്ചിട്ട് നേരെ വണ്ടി അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി പോയിട്ട് എടുത്ത് നമ്മൾ ഫോർവേഡ് ഓടിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വണ്ടി എടുക്കാം. ഹെൽമെറ്റ് വയ്ക്കാം. അതിനുശേഷം ഈ ക്ലിപ്പ് കറക്റ്റായിട്ട് ഇട്ടോളൂ കേട്ടോ. ടൈറ്റ് ആവുന്ന രീതിയിൽ കറക്റ്റായിട്ട് ഇടുക. അതിനുശേഷം വണ്ടി ഇങ്ങോട്ട് തള്ളി ബാക്കിലേക്ക് വയ്ക്കുക. സ്റ്റാൻഡ് കറക്റ്റായിട്ട് തട്ടേട്ടോ. അത് എല്ലാവർക്കും പറ്റുന്ന മിസ്റ്റേക്കാണ് കേട്ടോ. സ്റ്റാൻഡ് കറക്റ്റായിട്ടൊന്ന് തട്ടിക്കോട്ടെ. അതിനുശേഷം സ്റ്റാർട്ട് ചെയ്യുക. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഇൻഡിക്കേറ്റർ നമ്മൾ എടുക്കുന്ന ഭാഗത്തേക്ക് റൈറ്റിലേക്ക് ഇടണം. റൈറ്റിലേക്ക് ഇട്ടു. അതിനുശേഷം ഒന്ന് തിരിഞ്ഞ് നോക്കണം, വണ്ടി വരുന്നത് നോക്കണം. അതിനുശേഷം ഹാൻഡ് സിഗ്നൽ റൈറ്റ് സിഗ്നൽ കാണിക്കണം, ഒന്നുകൂടെ തിരിഞ്ഞ് നോക്കണം. അതിനുശേഷം പതിയെ എടുത്ത് പോയി ഓരോരോ ഗിയറായിട്ട് 4 ഗിയറായിട്ട് നമ്മൾ മാറ്റി ആ കോണിൻ്റെ അവിടെ കൊണ്ട് നിർത്തണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് കേട്ടോ. പോകുമ്പോൾ ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യാൻ വേണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പോവാം. ഫസ്റ്റ് ഗിയർ ഇടുക, വീണ്ടും തിരിഞ്ഞ് നോക്കുക, എടുത്തു പോകാം. നമ്മളെ തന്നെ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ഗിയർ ഡൗൺ ചെയ്ത് കൊണ്ടുവന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ സ്ലോ ഡൗൺ കാണിക്കുക. അതിനുശേഷം സ്റ്റോപ്പ് കറക്റ്റായിട്ട് കാണിച്ച് ഇവിടെ കൊണ്ട് നിർത്തുക. അതാണ് ഇത് ചെയ്യാനുള്ളത് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തേക്കോ അല്ലെങ്കിൽ ഇതിന് കുറേ മുന്നോ നിർത്തരുത്, ഈ ഒരു അളവിൽ നിർത്തുക. എന്നാലും നമുക്കിങ്ങനെ റൗണ്ട് ചുറ്റി വരാൻ പറ്റും. അപ്പോൾ വരുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, ഗിയർ ഡൗൺ ചെയ്ത് കൊണ്ടുവരിക. അവിടെ നിർത്തിയിട്ട് കുറേ സമയം ഗിയർ ഡൗൺ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ സമയം വൈകും, സാറ് ഫെയിൽ ചെയ്തു. അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. അതിനുശേഷം ഈ കോൺ ചുറ്റി തിരിഞ്ഞെടുക്കുകയാണ്. റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടു. അതിനുശേഷം ഹാൻഡ് സിഗ്നലിൽ കണ്ടിട്ട് തിരിഞ്ഞ് നോക്കി വണ്ടി വരണമെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ജസ്റ്റ് കാല് കയറ്റി വയ്ക്കുക, തിരിഞ്ഞിങ്ങോട്ട് പോകാം കേട്ടോ. നമുക്ക് ഇഷ്ടം പോലെ സ്ഥലമുണ്ട് ഇവിടുന്ന്. അതിനുശേഷം ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യുക, ഗിയർ മാറ്റി പോവാം. ഹാൻഡ് സിഗ്നൽ 3 പ്രാവശ്യം 1 2 3 സ്റ്റോപ്പ് കാണിച്ചു, വണ്ടി കൊണ്ടുവന്ന് ഒതുക്കി നിർത്തി. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിർത്തിയ സ്ഥലത്ത് നിന്ന് തന്നെ നമ്മൾ എടുത്ത സ്ഥലത്ത് നിന്ന് നമ്മൾ വണ്ടി കൊണ്ട് നിർത്തണം. അപ്പോൾ അത് ശ്രദ്ധിച്ചോളൂ. ഇൻഡിക്കേറ്റർ റൈറ്റ് ഇട്ടു, ഹാൻഡ് സിഗ്നൽ കാണിച്ചു, നേരെ നമ്മൾ നോക്കി കാല് കുത്താതെ കാല് കയറ്റി വെച്ചിട്ട് നേരെ നമ്മൾ എടുത്ത സ്ഥലത്ത് തന്നെ വണ്ടി കൊണ്ടുവന്ന് വെച്ചു. അതിനുശേഷം ന്യൂട്രലിലേക്ക് ആക്കിയിട്ട് ചാവി ഓഫ് ചെയ്ത് സ്റ്റാൻഡ് വെച്ചിട്ട് ഇറങ്ങി സാറിൻ്റെ നിന്ന് പേപ്പർ വാങ്ങാനായിട്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ഒരു സ്റ്റോപ്പ് സിഗ്നൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ സ്ലോ ഡൗണും കൂടി വന്നിട്ടുണ്ട്. അതാണ് ഏറ്റവും പ്രത്യേകത. അപ്പോൾ സ്ലോ ഡൗൺ സ്റ്റോപ്പ് 5 സെക്കൻഡിൽ പഠിച്ചിട്ട് മാത്രം നിങ്ങൾ ടെസ്റ്റിന് വരിക. ഹെൽമെറ്റ് കറക്റ്റായിട്ട് ഉപയോഗിക്കുക. സ്റ്റാൻഡ് തട്ടിയിട്ട് വണ്ടി എടുക്കുക. റോഡിൽ വണ്ടി വരുന്നുണ്ടെന്ന് കാര്യങ്ങളൊക്കെ നോക്കുക. നല്ല ബാലൻസ് ആയിട്ട് മാത്രം നിങ്ങൾ ഫോർവേഡ് ടെസ്റ്റ് ഓടിക്കുക കേട്ടോ. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ഇപ്പോൾ ബൈ.